ഹായ് കൂട്ടുകാരെ, നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ചാനൽ നിർത്തിയാലോ എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നും അങ്ങോട്ട് ക്ലിക്കാവുന്നില്ലെന്നേ. എന്ത് വീഡിയോ നമ്മളിപ്പോൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാലും അങ്ങോട്ട് നമുക്ക് വ്യൂസോ അല്ലെങ്കിൽ ഏണിങ്സോ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ടാണ് നിർത്തിയാലോ എന്നിങ്ങനെ മനസ്സിലിങ്ങനെ തോന്നിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കാണെങ്കിൽ 2 ചാനലുണ്ട്. അതായത് നമ്മുടെ മെയിൻ ചാനൽ ബ്രിയോണ ഫാമിലി വ്ളോഗ് എന്ന ചാനലാണ് കേട്ടോ. അതിനകത്ത് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. ഒരു 25K സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ കുഞ്ഞൊരു ചാനലാണ്. പിന്നെ അപ്പോൾ ഈ ഒരു ചാനൽ എനിക്കുണ്ടല്ലോ, എനിക്ക് ഇപ്പോൾ നമ്മുടെ യൂട്യൂബിലായിരുന്നാലും ഫേസ്ബുക്കിലാണെങ്കിലും എന്തെങ്കിലുമൊക്കെ നമ്മളിപ്പോൾ കോമൺലി ന്യൂസിലൊക്കെ കാണുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഇല്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒരു ടോപ്പിക് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊക്കെ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് MDMA. അപ്പോൾ നമ്മുടെ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനെയായിരുന്നു. മെയിൻ ചാനലാണെങ്കിൽ നമ്മുടെ പേഴ്സണൽ, അതായത് നമുക്ക് കുഞ്ഞുങ്ങളുടെ വീഡിയോസൊക്കെ പോകുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു കുഞ്ഞു ചാനലും കൂടെ തുടങ്ങുവാണെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ, ഒരു ടോപ്പിക്ക് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടൊക്കെ ഇപ്പോൾ ഓരോ ടോപ്പിക്ക് ഇങ്ങനെ ഓടുമ്പോൾ അപ്പോൾ നമ്മുടെ അഭിപ്രായം, നമ്മുടെ ഒരു മനസ്സിലുണ്ടാകുന്ന കാര്യങ്ങൾ നമുക്ക് പറയാനൊരു ചാനൽ വേണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഈ ചാനൽ ഇങ്ങനെ തുടങ്ങിയത്. അപ്പോൾ പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സീരിയൽ പ്രൊമോ ഇങ്ങനെയൊക്കെ ഇടാറുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ അതൊക്കെ ഒത്തിരി കുറച്ച് നോർമൽ വീഡിയോയിലേക്ക് ഇങ്ങനെ വരുവാണ്. അപ്പോൾ ചാനൽ നിർത്താനുള്ള കാരണം നമ്മൾ നേരത്തെ, അതായത് ഓൾറെഡി 3-4 ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ ഒരുപാട് കഷ്ടപ്പെട്ട് അതിന് വേണ്ടിയിട്ട് മോണിയാവാൻ വേണ്ടിയിട്ടൊക്കെ, പക്ഷെ അതൊന്നും സഫലമായില്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു ചാനൽ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് മോണിയാക്കി കിട്ടി. അപ്പോൾ ഇതിനകത്ത് ലോങ് വീഡിയോസൊക്കെ ഇട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെയാണ് എനിക്കും ആഗ്രഹം. നമ്മൾ വലിയ ഇക്കളല്ല ഏമ്പക്കം വരുന്നു. അപ്പോൾ നമ്മൾ വലിയ വരുമാനമോ അല്ലെങ്കിൽ ഒന്നുമില്ല, ഡെയിലി ജോലികൾ ചെയ്ത് സന്തോഷമായിട്ട് പോകുന്നൊരു ഫാമിലി തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്കും ചെറിയ ചെറിയ ആഗ്രഹങ്ങളില്ലേ, അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ട് തുടങ്ങിയ ചാനലാണ്. അപ്പോൾ ഇപ്പം മോണിയായി, അതും കൂടെ നിങ്ങളോട് പറയാം. ഇപ്പം മോണിയായിട്ടുണ്ട്. സന്തോഷം. കൂടെ നിന്നവർക്ക് എല്ലാവർക്കും താങ്ക്സ്. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണ് കേട്ടോ ചാനൽ മോണിയായിക്കാൻ പറ്റിയത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ ഒത്തിരി ഈ ഒരു ചാനൽ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും അധികം അറിവില്ല. അതായത് 4000 മണിക്കൂർ കംപ്ലീറ്റ് ആകണം, അല്ലെങ്കിൽ 1K സബ്സ്ക്രൈബേഴ്സ് ആവണം എന്നൊന്നും നമുക്കറിയില്ല. ചുമ്മാ ജസ്റ്റ് എൻ്റെ ഒരു വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ജസ്റ്റ് ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ പിറ്റേന്ന് തൊട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തൊട്ട് വരുമാനം കിട്ടും എന്നൊക്കെയായിരുന്നു ചിന്ത. പക്ഷെ അതൊക്കെ വെറുതെ ആയിരുന്നു കേട്ടോ. വെറുതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും അല്ലെന്ന് യൂട്യൂബിനകത്ത് വന്നു കഴിഞ്ഞ ശേഷമാണ് മനസ്സിലായത്. കാരണം 1000 സബ്സ്ക്രൈബേഴ്സ് എങ്ങനെയെങ്കിലും നമുക്ക് എത്തിക്കാം. പക്ഷെ ഈ 4000 വാച്ച് അവർ എന്ന് പറയുന്ന ഒരു കാര്യം ഭയങ്കര ഒരു മെനക്കെട്ട പരിപാടിയാണ്. അതൊരു ടാസ്ക് എന്ന് വേണമെങ്കിൽ പറയാം. ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പകുതി രക്ഷപ്പെട്ടു. പിന്നെ ഉള്ള ടെൻഷൻ എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും $100 ആവണമെന്ന്. പക്ഷെ $100 ആക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഭയങ്കര പാടാണ്. കാരണം ഞാൻ നമ്മുടെ മെയിൻ ചാനലിൽ തന്നെ $1 ആവാൻ വേണ്ടിയിട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരാഴ്ച എടുക്കും. അപ്പോൾ $100 ആക്കാൻ തന്നെ എന്തോരം കഷ്ടപ്പെട്ടു. പക്ഷെ വ്യൂസും കാര്യങ്ങളും ലോങ് വീഡിയോ ഒക്കെ ഇട്ട് നല്ല അത്യാവശ്യം വ്യൂസൊക്കെ ഉള്ളവർക്ക് കിട്ടുമായിരിക്കും എന്നല്ല, അവർക്ക് നല്ല വരുമാനം കിട്ടും. നമ്മളെപ്പോലെ കുഞ്ഞു ചാനലിലൊക്കെ വരുമാനം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ എൻ്റെ വലിയ ആഗ്രഹമാണ് അത്യാവശ്യം ചെറിയൊരു വ്യൂസ്, ഓരോ ലോങ് വീഡിയോയ്ക്ക് 500 വ്യൂസ് എങ്കിലും കിട്ടുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു വരുമാനം ആവുമെന്ന് ഭയങ്കര ആഗ്രഹം. പക്ഷെ അങ്ങോട്ട് ഒന്നിനോടും അങ്ങ് എത്തുന്നില്ല. നമ്മൾ ആഗ്രഹിച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വ്യൂസും കാര്യങ്ങളൊക്കെ ബാക്കിലോട്ട് പോകുമ്പോൾ പിന്നെ മനസ്സ് ആകെ അങ്ങ് ബ്ലാങ്ക് ആവും. ഇതിലൊന്നും കിട്ടത്തില്ല, വെറുതെ നമ്മളെ സമയം വേസ്റ്റ് ചെയ്യണമെന്ന് ചിന്തിച്ചു പോകും. എന്നാൽ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ.
കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, നമ്മളെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇല്ലേ, അതൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ മനസ്സിലാവും. നമ്മുടെ മെയിൻ ചാനലിൻ്റെ വീഡിയോസാണ് കേട്ടോ അതിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ മക്കളുടെ വീഡിയോസൊക്കെ അതിനകത്ത് ഒത്തിരി ഉണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു വീഡിയോസൊക്കെ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. കമ്മ്യൂണിറ്റി ഇല്ലാത്ത കൊടുത്തിട്ടുണ്ട്, കുറേ വീഡിയോസ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നമ്മുടെ മെയിൻ ചാനലിൻ്റെ വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അതിലും ഫസ്റ്റ് ഏണിങ്സ് ഇതുവരെ കിട്ടിയിട്ടില്ല. എല്ലാം കിട്ടും, എല്ലാം ഒരു ഇത്. ആ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 വർഷമായിട്ടോ. ഇതിപ്പോൾ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷെ സബ്ബൊക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ചാനൽ ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല. എന്തെങ്കിലും ഒരു വരുമാനം നമ്മളും എന്തെങ്കിലും ഒരു മാസം കൂടുമ്പോൾ നമുക്കൊരു 10,000 കിട്ടിക്കഴിഞ്ഞാൽ വളരെ ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഒരു $100 കിട്ടുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമല്ലേ. വലിയ വരുമാനമില്ല, എന്നാലും ഒരു കുഞ്ഞു വരുമാനം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. അങ്ങനെ വിചാരിച്ച് തുടങ്ങി. പക്ഷെ മനസ്സിങ്ങനെ നമ്മളിങ്ങനെ ബാക്കിലോട്ട് വലിക്കുന്നുണ്ട്. കാരണം ഒന്നും അങ്ങോട്ട് എത്തുന്നില്ല. പിന്നെ എന്ത് വീഡിയോ ഇടണം, എന്ത് കണ്ടന്റ് ഇടണം, എന്ത് കണ്ടന്റ് ഇട്ടാലാണ് റീച്ച് ആവുന്നത്, അന്നൊന്നും നമുക്കറിയില്ല. ആ ഒരു ട്രാക്കിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രാക്ക് ഇനി മാറ്റി എങ്ങനെ പിടിക്കുമെന്ന് അറിയില്ല. കാരണം ഏത് ട്രാക്കിൽ കൂടെ കൊണ്ടുപോയാലാണ് നമ്മളൊന്ന് ക്ലിക്കാവുന്നേ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ മനസ്സൊക്കെ ഇങ്ങനെ മടുത്ത് വീഡിയോസ് ഇടണോ വേണ്ടേ എന്നൊക്കെ ഭയങ്കര ഒരു വിഷമം. പക്ഷേ എല്ലാം ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. മനസ്സിൻ്റെ ഭയങ്കര ഒരു പ്രയാസം പോലെ എന്തോന്ന് അറിയത്തില്ല. കാരണം വീഡിയോസ് ഒന്നും അങ്ങോട്ട് ക്ലിക്കാണില്ല, ഏണിങ്സ് കയറുന്നില്ല. പിന്നെ അതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. എല്ലാം ഒരു ദിവസം ശരിയാവും. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങളെയും കൂടെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു നോക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.